ശനിമണ്ഡലം നടുവിരലിൻ്റെ താഴെയായി കാണുന്ന വിസ്തൃതമായ ഭാഗമാണ് ശനിമണ്ഡലം. ധനം, സമ്പത്ത്, ഗൗരവപൂർവമായ പ്രവർത്തികൾ തുടങ്ങിയവയാണ് ശനിമണ്ഡലത്തിൻ്റെ നിലയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ധനുമാസത്തിൽ ജനിക്കുന്നവരിൽ ശനിഗ്രഹത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അത് അവരുടെ ശനിമണ്ഡലത്തിലും പ്രതിഫലിക്കും. ശനിമണ്ഡലം പുഷ്ടിപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യചിന്ത, പ്രവൃത്തി എന്നിവയും സമൃദ്ധിയെയും അനുകമ്പ, ദയ എന്നീ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു. പുറമെ പ്രകടിപ്പിക്കാറില്ലെങ്കിലും ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഓർത്ത് ഇവർ കൂടെ വിഷമിക്കുന്ന പ്രകൃതക്കാരാണ്. ശനിമണ്ഡലം ഇടുങ്ങിയതും താഴ്ന്നതും ആയിരുന്നാൽ അത്തരക്കാർ പെട്ടെന്ന് മനോവിഷമത്തിന് അടിമയാകുന്നവരും മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നവരുമായിരിക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തു ത്യാഗവും ചെയ്യാൻ ശനിമണ്ഡലം കുഴിഞ്ഞിരിക്കുന്നവർ തയ്യാറാണ്. കലാപരിപാടികളും ആഘോഷങ്ങളും ഇഷ്ടപ്പെടുന്ന ഇവർ വലിയ യോഗങ്ങളും പൊതുപരിപാടികളും നടത്താൻ ഉത്സുകരാണ്. ശനിമണ്ഡലം പുഷ്ടിപ്പെട്ടിരിക്കുന്നവർ നല്ല ഉയരമുള്ളവരാണെങ്കിലും അത്രത്തോളം ആകർഷകമായിരിക്കില്ല അവരുടെ ശരീരം. ഇവരുടെ വിരലുകളും ക്രമാനുഗതമായിരിക്കില്ല. ശാരീരിക വൈകല്യങ്ങൾ ശനിമണ്ഡലക്കാർക്കിടയിൽ സാധാരണയാണ്. ഇവർ മുൻകോപക്കാരും നിരവധി രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുമാണ്. മാനസിക ബുദ്ധിമുട്ടുകൾ ഇവരെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. ദുഃഖവും സന്തോഷവും ഇടകലർന്ന ജീവിതം നയിക്കുന്ന ശനിമണ്ഡലക്കാർ യാതൊരു കാരണവശാലും വിവേകരഹിതമായി പെരുമാറില്ല. നിഗൂഢശാസ്ത്രങ്ങളിലും വൈദ്യശാസ്ത്രങ്ങളിലും അഭിരുചിയുള്ളവരാണ് ഇക്കൂട്ടർ. വൈരുദ്ധ്യങ്ങളുടെ സമ്മിശ്രണമായി പലപ്പോഴും ശനിമണ്ഡലക്കാരെ കാണാറുണ്ട്. ക്ഷമാശീലവും സ്വാതന്ത്ര്യ താൽപര്യവും പ്രകടിപ്പിക്കുന്ന അതേ അവസരത്തിൽ പെട്ടെന്ന് പ്രകോപിതരായി മറ്റുള്ളവരെ ആക്രമിക്കാൻ മടിക്കാത്തവരാണ് ഇക്കൂട്ടർ. ശനിമണ്ഡലത്തിൽ സമാന്തരമായി 2 ചെറിയ രേഖകൾ കണ്ടാൽ താമസിച്ചാണെങ്കിലും വിജയങ്ങൾ നേടുമെന്നും ഉറപ്പാക്കാം. എന്നാൽ ചെറുരേഖകളുടെ എണ്ണം കൂടുന്നത് ആപത്താണ്. ഭാഗ്യരേഖ നേരെ ശനിമണ്ഡലത്തിൽ ചെന്നു കയറുന്നത് വളരെയേറെ ഗുണങ്ങൾ നൽകും. ഹൃദയരേഖയിൽ നിന്നും നിരവധി ചെറുരേഖകൾ ശനിമണ്ഡലത്തിൽ കടക്കുന്നത് പാരമ്പര്യജന്യമായ രോഗങ്ങളെ സൂചിപ്പിക്കുന്നു. ശനിമണ്ഡലത്തിൽ കുരിശു വരുന്നത് ഗുണകരമല്ല. അത് അപകട സാധ്യതയെയോ അപ്രതീക്ഷിതമായ ധനനഷ്ടത്തെയോ കാണിക്കുന്നു. അനപത്യ ദുഃഖവും ആഭിചാര കർമ്മങ്ങളും ഇതുമൂലം ഉണ്ടാകാം. ഭാഗ്യരേഖ നേരെ ശനിമണ്ഡലത്തിലൂടെ നടുവിരലിൻ്റെ മധ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആൾ കൊല്ലപ്പെടുകയോ കൊലപാതകം നടത്തുകയോ ചെയ്യും. ശനിമണ്ഡലത്തിൽ വൃത്തം, ചതുരം തുടങ്ങിയവ ശുഭലക്ഷണങ്ങളാണ്. ഏതെങ്കിലും അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അക്രമത്തിൽ നിന്നോ രക്ഷപ്പെടാനിടയാകും. ശനിമണ്ഡലത്തിൽ വല പോലെ കാണുന്നത് ജയിൽവാസം സൂചിപ്പിക്കുന്നു. ശനിമണ്ഡലത്തിൽ കാണപ്പെടുന്ന ത്രികോണം ദോഷകരമാണ്. ബുധമണ്ഡലം വ്യാപാരം, ശാസ്ത്രം, മാനസികാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിലാണ് ബുധമണ്ഡലം സൂചനകൾ നൽകുന്നത്. ഇടവമാസത്തിലെ ജനനം ബുധന്റെ നില ഭദ്രമാക്കുന്നതാണ്. ബുധമണ്ഡലം ഉയർന്ന് പുഷ്ടിപ്പെട്ടിരിക്കുന്നവർ പെട്ടെന്ന് കോപാകുലരാകുകയും ക്ഷണനേരത്തിൽ അവരുടെ ദേഷ്യം മഞ്ഞുപോലെ ഉരുകിമാറുകയും ചെയ്യുന്നവരാണ്. ആളുകളെ ഒരേ സമയത്ത് നല്ലതുപോലെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഇവർ വ്യാപാര വാണിജ്യ കാര്യങ്ങളിൽ ആരെയും പിന്നിലാക്കുന്നതിന് സാമർഥ്യമുള്ളവരാണ്. ഇവർക്ക് സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്നത് കാണാം. ബുധമണ്ഡലം താണിരിക്കുന്നവർ ഭൗതിക ചിന്തകൾക്ക് പ്രാമുഖ്യം നൽകുന്നവരും അവരുടെ പ്രവർത്തനങ്ങൾ പ്രായോഗിക സമീപനങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതുമാണ്. ബുധമണ്ഡലത്തിൽ കുറുകെ ഒരു ചെറുരേഖ കാണപ്പെടുന്നത് മോഷണം, കബളിപ്പിക്കൽ മുതലായവ വഴി ഉണ്ടാകാവുന്ന നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഒരു ചെറിയ നേർവര ഈ മണ്ഡലത്തിൽ ലംബമായി കാണപ്പെട്ടാൽ അപ്രതീക്ഷിതമായി ലഭിക്കാവുന്ന വൻ സാമ്പത്തിക നേട്ടത്തെ അത് കാണിക്കും. ബുധമണ്ഡലത്തിൽ നിരവധി സമാന്തര രേഖകൾ വ്യക്തമായി കാണുകയാണെങ്കിൽ ആ വ്യക്തി വൈദ്യശാസ്ത്ര പഠനമോ ആ മേഖലയിൽ തൊഴിലോ സ്വീകരിക്കുമെന്ന് പറയാം. സ്ത്രീഹസ്തത്തിൽ ഇങ്ങനെ കാണുന്ന രേഖകൾക്കും ഇതേ അർത്ഥമാണെങ്കിലും
വൈദ്യശാസ്ത്ര മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയുമുണ്ട്. ബുധമണ്ഡലത്തിൽ ഉണ്ടാകുന്ന കറുത്ത അടയാളം ദോഷകരമാണ്. അപകടം മൂലമുള്ള ശാരീരിക പരിക്ക് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ പരാജയമോ ഉണ്ടാക്കും. ബുധമണ്ഡലത്തിൽ കുരിശു കാണുന്നത് നല്ലതല്ല. അധമ വാസനകൾക്ക് അതിടവരുത്തും. ബുധമണ്ഡലത്തിലെ വൃത്തവും ദോഷകരമാണ്. അത് വിഷബാധ മൂലമുള്ള മരണമോ വാഹനാപകടമോ സൂചിപ്പിക്കുന്നു. ബുധമണ്ഡലത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ കറുത്ത അടയാളമോ പുള്ളിയോ വരുന്നത് ഭാര്യയ്ക്ക് ഉണ്ടാകാവുന്ന അപകടത്തിന്റെ സൂചനയാണ്. സ്ത്രീകളുടെ കൈയിലെ ബുധമണ്ഡലത്തിൽ കുത്തനെ നിൽക്കുന്ന നിരവധി രേഖകൾ ആരെയും അനുസരിക്കാത്തതും അച്ചടക്കമില്ലാത്തതുമായ സ്വഭാവത്തെ കാണിക്കുന്നു. ബുധമണ്ഡലത്തിൽ ഒരു ചെറിയ പൊട്ടും അതിനു ചുറ്റുമായി ഒരു വൃത്തവും കാണുന്നത് നിഗൂഢ ശാസ്ത്രങ്ങളിലെ അഭിരുചി വെളിപ്പെടുത്തുന്നു. ചൊവ്വാമണ്ഡലം. മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചൊവ്വയ്ക്ക് കയ്യിൽ 2 സ്ഥാനങ്ങൾ ഉണ്ട്. വ്യാഴമണ്ഡലത്തിന് താഴെയുള്ള മുകൾ സ്ഥാനവും ബുധമണ്ഡലത്തിന് താഴെയുള്ള താഴെ സ്ഥാനവും. ഒരു വ്യക്തിയുടെ ബുദ്ധിവൈഭവം, കരുത്ത്, ശക്തി, സാമർഥ്യം തുടങ്ങിയ കാര്യങ്ങൾ ചൊവ്വാമണ്ഡലങ്ങളുടെ സ്ഥിതി നോക്കി മനസ്സിലാക്കാവുന്നതാണ്. മുകൾ സ്ഥാനം ശാരീരിക സവിശേഷതകൾ വ്യക്തമാക്കുമ്പോൾ കീഴ്സ്ഥാനം ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ വിളിച്ചറിയിക്കുന്നു. മേടമാസത്തിൽ ജനിക്കുന്നവർക്കാണ് ചൊവ്വയുടെ മുകൾ സ്ഥാനത്തിന്റെ ഗുണങ്ങൾ ഏറ്റവും അധികം ലഭിക്കുന്നത്. ഇവരുടെ 1-ാം മണ്ഡലം വിസ്തൃതമായിരിക്കുന്നത് ശാരീരിക ശേഷിക്ക് ദൃഷ്ടാന്തമാകുന്നു. വിമർശനങ്ങളെ അംഗീകരിക്കാത്ത ഇത്തരക്കാർ സ്വന്തം താൽപ്പര്യങ്ങൾക്കും നിരീക്ഷണ നിഗമനങ്ങൾക്കും മാത്രം പ്രാമുഖ്യം നൽകുന്നവരാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാത്ത ഇവരെ സ്നേഹം കൊണ്ടും സ്വാന്തനം കൊണ്ടും മാത്രമേ സ്വാധീനിക്കാൻ കഴിയൂ. ഇവർ യഥാർത്ഥത്തിൽ സൽസ്വഭാവികളാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ അഹങ്കാരികളും ആരു പറഞ്ഞാലും അംഗീകരിക്കാത്തവരുമായി തോന്നാം. സ്വയം നിയന്ത്രിക്കാൻ പ്രയാസമായതിനാൽ ഇവർ മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും അടിമപ്പെടാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം. ചൊവ്വയുടെ താഴെ മണ്ഡലം പുഷ്ടിപ്പെട്ടിരിക്കുന്നത് വൃശ്ചിക മാസത്തിൽ ജനിച്ച ആളുകൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. നേരത്തെ പറഞ്ഞ ആളുകളുടെ നേരെ വിപരീത സ്വഭാവമുള്ളവരാണ് ഇവർ. മാനസികമായി ശരിയായ ഉൾക്കാഴ്ചയുള്ള ഇവർ ബുദ്ധിമാന്മാരുമാണ്. ഇവർക്ക് ശാരീരിക ശക്തിയേക്കാൾ മാനസിക കഴിവാണ് കൂടുതലുള്ളത്. എന്നാൽ സ്വന്തം കാര്യം നേടാൻ ഏത് കുതന്ത്രവും ഉപയോഗിക്കാൻ മടിയില്ലാത്തവരാണ് ഇക്കൂട്ടർ. ബഹുമുഖമായ കഴിവുകൾ ഉള്ളവരാണ് ഇവർ. ഏതു സമയത്ത് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇവരെക്കുറിച്ച് പറയാൻ കഴിയില്ല. തന്മൂലം ഇവരുമായി ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഒരേ സമയം തന്നെ സ്വഭാവത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണിവർ. പല മേഖലകളിലും കഴിവ് തെളിയിക്കാൻ ശേഷിയുണ്ട്. ചൊവ്വയുടെ മുകളിലെ മണ്ഡലത്തിൽ കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്ന രേഖകൾ അവരുടെ മൃഗീയ സ്വഭാവങ്ങൾ തെളിയിക്കുന്നു. അക്രമവാസന, വിഷയാസക്തി, ക്രൂരത തുടങ്ങിയവ ഇതിൻ്റെ ഫലമാണ്. എന്നാൽ ഒരു വര മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ ഏതു പ്രതിസന്ധിയിലും അവർ സമചിത്തത കൈവെടിയില്ലെന്ന് പറയാം. ഉയർന്നിരിക്കുന്ന ചൊവ്വാമണ്ഡലത്തിൽ നക്ഷത്ര ചിഹ്നം വരുന്നത് തീരെ മോശമാണ്. അത്തരം വ്യക്തി പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന് അടിമപ്പെട്ട് കൊലപാതകം വരെ നടത്തിയെന്ന് വരും. ചൊവ്വാമണ്ഡലം ഒട്ടും വിസ്തൃതമല്ലെങ്കിൽ ശത്രുക്കൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കാനാവില്ലെന്ന് പറയാം. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും പുറപ്പെട്ട് നേരെ സൂര്യമണ്ഡലത്തെ മുറിക്കുന്ന നേർവരകൾ പണസംബന്ധമായി ഉണ്ടാകാവുന്ന ശത്രുതയെ സൂചിപ്പിക്കുന്നു. അവ ആരോഗ്യപരമായി ഹാനികരവുമാണ്. ചൊവ്വാമണ്ഡലത്തിലെ വൃത്തം ശത്രുക്കൾ മുഖേനയോ സഹപ്രവർത്തകർ മുഖേനയോ ഉണ്ടാകാവുന്ന കഷ്ടനിഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ബാക്കിയുള്ളവ അടുത്ത പാർട്ടിൽ.